എല്ലാവർക്കും നമസ്കാരം. ഈ അമ്മായിമാർ ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളെപ്പറ്റി ഒരു വീഡിയോ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അതേപോലത്തെ 2-3 കേസുകൾ ഈ അടുത്ത് എൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അമ്മായിമാരെ ഞാൻ കുറ്റം പറയണമല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ ആൺമക്കളുള്ള ആൾക്കാർ, അമ്മമാർ, അവർക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കുറേ മണ്ടത്തരങ്ങളായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ കേട്ടോ. അല്ല അവരത് ബോധപൂർവ്വം അല്ലെങ്കിൽ മക്കൾ നശിച്ചു പോട്ടെ എന്ന് വെച്ച് ചെയ്യണമല്ല. ഇവിടെ ഇതിനകത്തുള്ള വില്ലന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം നോക്കുന്ന ആൾക്കാരും കർമ്മം ചെയ്യുന്ന ആൾക്കാരുമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മോനുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു മോനായിരിക്കും. അവർ കല്യാണം കഴിച്ച് വല്ല പുറത്തേക്ക് ദേശത്തേക്ക് വല്ലതും പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസ് ഇപ്പോൾ ഞാൻ അവരും ചെയ്തായിരുന്നു ആ കേസ്. അപ്പോൾ അമ്മമാർക്ക് ഭയങ്കര മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ അവർ ഫോൺ ചെയ്തില്ലെങ്കിൽ അവൻ എന്നെ വിളിക്കണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ കുറച്ചാണെന്നൊക്കെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ചിലപ്പോൾ പൈസ എല്ലാം ചിലപ്പോൾ മുമ്പ് കൊടുത്തിരുന്നത് ചിലപ്പോൾ പൈസ കൊടുക്കാതെ ആവുന്നു, അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നത് കുറയുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ അവഗണിക്കും എന്നുള്ള തോന്നൽ വന്നു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇതേപോലുള്ള ആൾക്കാരുടെ അടുത്ത് പോകും. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ പറയും ഇത് ആ പെണ്ണ് അയാളുടെ ഭാര്യ ഇയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഓരോരോ കുത്തിരിപ്പുണ്ടായി കൊടുക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു പൂജ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നേരെ വിടുന്നത് ഒരു മാന്ത്രികനായിട്ടുള്ള ഒരു ദുർമന്ത്രവാദിയുടെ അടുത്തേക്കായിരിക്കും അവർ പോകുന്നത്. അവർക്കറിയില്ല ആരടുത്താണ് പോകണമെന്നുള്ളത്, അവർക്കറിയില്ലേ പറ്റുമെന്ന്. ഈ ടോപ്പിക്ക് പഠിച്ചിട്ടൊന്നുമില്ല നോക്കാൻ പോണത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ എഴുതി കൊടുക്കും, ഇന്ന കാര്യങ്ങളാണ്. അവിടെ ചെല്ലുമ്പോൾ അത് ഞാൻ ശരിയാക്കിയേക്കാം, അതിനുള്ള പണി എൻ്റെ ഉണ്ട്, ഒരു പണിയോടെ വെച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ മോൻ വിളിക്കുകയും ചെയ്യും, പൈസ അയക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ ഇവർ ചെയ്തു വെച്ചാൽ പണി എന്താണെന്നുള്ളത് ഇവർക്കറിയില്ല. അത് അയാൾക്ക് ഉപദ്രവമായിട്ടാണിത് വരിക. അങ്ങനത്തെ മാന്ത്രിക കർമ്മങ്ങൾ, ദുർമാന്ത്രികങ്ങൾ, അല്ലെങ്കിൽ എന്താണ് പറയുക, ബ്ലാക്ക് മാജിക്കാണല്ലോ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ് ആൾക്ക് വിടുന്നത്, അയാളെ സ്വാധീനിക്കാനായിട്ട്. പോസിറ്റീവ് എനർജിക്ക് അങ്ങനത്തെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല നന്മയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് പോസിറ്റീവായിട്ടുള്ളത്. ഇങ്ങനെ വിടുന്ന എനർജീസ് ഇവരുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, കാര്യസിദ്ധി. പക്ഷേ അത് അയാളെ രോഗിയായി കളയും. അത് ഈ അമ്മയ്ക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ വീഡിയോ കാണുന്ന അമ്മമാരുണ്ടെങ്കിൽ ഞാനിത് പ്രത്യേകം വളരെ റിക്വസ്റ്റാണ് എൻ്റെ. കാരണം ഞാനിത് ഒരുപാട് പേരുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളെ കുറ്റം പറയുന്നതല്ല ഞാൻ. അതായത് നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് വലിയൊരു അപരാധമാണ്, നിങ്ങൾ വലിയൊരു കർമ്മയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. മക്കൾ നശിച്ചു പോകുന്നത് മാത്രമല്ല, മക്കൾ രോഗിയായി പോകും ചിലപ്പോൾ. പക്ഷേ നിങ്ങളുണ്ടാക്കുന്നത് ആ സോളിനോട്, നിങ്ങളുടെ ഉദരത്തിൽ ജനിച്ച ഒരു മകനോ മകളോ, അത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു സോളാണത്. സെപ്പറേറ്റ് സോളാണ്. നിങ്ങളുടെ വയറ്റിൽ ജനിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സോൾ പ്ലാനെല്ലാം വേറെയാണ്. പക്ഷേ നിങ്ങൾ അതിനോട് ചെയ്യുന്ന വലിയൊരു അപരാധമാണ്. ഇത്രയും വലിയ അപരാധം ചെയ്യുന്ന ആളുകൾ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി പ്രസംഗങ്ങൾ നടത്തും. അതാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, മറ്റത് ചെയ്യാൻ പാടില്ല, ഇതാണ് ശരി, അതാണ് തെറ്റുന്നത്. ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ ആ ഒരു തെറ്റ് എന്താണെന്ന് തിരിച്ചറിയാത്ത ആളുകളാണ് കൂടുതൽ. പ്രകൃതിയുടെ നിയമത്തിൽ ഇതൊക്കെയാണ്. മറ്റുള്ള സോളുകളെ ഉപദ്രവിക്കുന്ന പണികൾ ചെയ്യുന്നതാണ് റോങ് ആയിട്ടുള്ളത്, കർമ്മ ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പം നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതിൽ നിങ്ങൾക്ക് കർമ്മമൊന്നും ഉണ്ടാവണില്ല, അതൊക്കെ കുറേ പേര് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ദേവി പറഞ്ഞു തന്നേക്കണത്, അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കർമ്മം ഉണ്ടാകുന്നില്ല. കാരണം അതെല്ലാം പ്രകൃതിയുടെ നിയമങ്ങളാണ്. ഓരോ ആളുകൾ അതായത് ഈ മൃഗങ്ങൾ അങ്ങോട്ട് കൊന്നു തിന്നുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കോഴീനെ നമ്മൾ കൊല്ലുന്നു, തിന്നുന്നു. അപ്പോൾ ആ കോഴി എന്ന് പറഞ്ഞാൽ ജീവിക്ക് വേറെ ഇവിടെ ജോലിയൊന്നുമില്ല. അതിനെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനത്തെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഈ പ്രകൃതിയുടെ ഒരു ബാലൻസിങ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നോൺ വെജ് കഴിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയൊന്നും പറയണല്ലോ കേട്ടോ. കാരണം ഇത് നിങ്ങൾക്ക് പച്ചക്കറി കഴിക്കുന്ന ഒരു സ്റ്റൈലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നോൺ വെജ് കഴിക്കുന്ന ആളോട് നിർബന്ധപൂർവ്വം അയാളെ കൺവേർട്ട് ചെയ്ത് പച്ചക്കറിയിലോട്ട് ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ നോൺ വെജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. എന്ത് വേണമെങ്കിലും ആവാം, നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ അത് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തരം നമ്മൾ പറഞ്ഞു തന്നത് അമ്മായിമാർ ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ ഇതേപോലെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഈ അടുത്ത് വന്ന ഒരു ക്ലയൻറ്റ്, അവർ വിദേശത്താണ്. ഇതേപോലെ തന്നെ ഈ അമ്മായിയമ്മ ഭയങ്കരമായ പരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു.
അത് ആ രണ്ടുപേരെയും തമ്മിൽ അകറ്റുക മാത്രമല്ല, അതിൻ്റെ ഇടയിലേക്ക് വേറൊരു സ്ത്രീയും കൂടി കയറി വന്നു. അപ്പോൾ ഭർത്താവിന് വേറൊരു സ്ത്രീയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതും എന്നത് വന്നു. അപ്പോൾ അവിടെ 2 രീതിയിലുള്ള ബ്ലാക്ക് മാജിക് ഉണ്ടായിരുന്നുള്ളതാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ഈ അമ്മ ചെയ്തത്, അമ്മായിയമ്മ ചെയ്തത്. എൻ്റെ ക്ലയൻറ്റ് ആ പെൺകുട്ടിയാണ്. അമ്മായിയമ്മ ചെയ്ത ഒന്ന്. രണ്ടാമത്തത് വശ്യപ്രയോഗം ആ പെണ്ണിൻ്റെ വശ്യപ്രയോഗം. അപ്പോൾ ഇത് രണ്ടും കൂടി ആയപ്പോൾ ഈ ചെക്കൻ പെട്ട്. ചെക്കനിതൊന്നും അറിയണില്ല. അയാൾ നോക്കുമ്പോൾ എന്താണ്, അയാളെ ഇഷ്ടപ്പെടുന്ന വേറെ ആൾ വന്ന് നിൽക്കുന്നു. ഈ പെണ്ണനായിട്ട് ചെല്ലുമ്പോൾ അയാൾക്ക് ദേഷ്യം കയറുന്നു. കാരണം നെഗറ്റീവ് എനർജി ഇവർ തമ്മിൽ തല്ലുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നെഗറ്റീവ് എനർജി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ടുപേരും തമ്മിൽ തല്ലുപിടിപ്പിക്കുക, വഴക്കടിപ്പിക്കുക, ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ആദ്യം ആ പെണ്ണിനെ ഹീൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ തന്നെ ആ പെണ്ണിൻ്റെ മൈൻഡ് സെറ്റ് മാറി, ഒരു ഹാപ്പിയായി. അത് കഴിഞ്ഞ് ആ ചെക്കൻ്റെ ഫോട്ടോ അയച്ചു തന്നു. ആ ചെക്കൻ്റെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി മാറ്റി കൊടുത്തു. അപ്പോൾ ഇവർ തമ്മിൽ സെറ്റായി, സന്തോഷമായി അവിടെ കാര്യങ്ങൾ. അപ്പോൾ മൂന്നാമത് എനിക്ക് ഫോട്ടോ അയച്ചു തന്ന ആരെയെന്നറിയോ? പെൺകുട്ടി അമ്മായിയമ്മയുടെയും അമ്മായിച്ചൻ്റെയും രണ്ടുപേരെയും ഫോട്ടോ അയച്ചു. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ വെച്ച് എന്ത് ചെയ്യാനാണ്? അല്ല സാറേ, അത് ഇനി അവർക്ക് നമ്മളോടുള്ള നെഗറ്റിവിറ്റി ഒന്ന് സാറൊന്ന് മാറ്റി തരാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ എൻ്റെ ഒരു ശ്രമം ഞാൻ നടത്താം. പക്ഷേ അതിൽ ഞാൻ കുറച്ച് വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനത് ആ ഫോട്ടോ വെച്ചിട്ട് ഹീൽ ചെയ്യാൻ നോക്കുമ്പോൾ ഇതുവരെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് കുറേ റിലീസ് അവരുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടായി. ജനറലായിട്ടുള്ള റിലീസാണ്. അതായത് ഇവരോടുള്ള ആ ഒരു മനോഭാവത്തിലുള്ളൊരു മാറ്റം വന്നതെന്ന് ഞാൻ പ്രാർത്ഥന ചെയ്തുകൊണ്ടാണ് ചെയ്തത്. അത് മിക്കവാറും വർക്കായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കേസ് ചെയ്യണം. അപ്പോൾ റിസൾട്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടി നാൾ കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എനിവേ പല രീതിയിലുള്ള പരീക്ഷണ ഗവേഷണങ്ങളും ഞാനിപ്പോൾ നടത്തുന്നുണ്ട്. കാരണം ഈ സോൾ റിലീസും ബാധ റിലീസും മാത്രമല്ല, ഇതേപോലുള്ള പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിവേ അപ്പോൾ ഇതാണ് പറഞ്ഞു വന്നത്. നമ്മൾ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന ആളുകൾ, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരായാലും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നല്ലോണം നിങ്ങൾ മനസ്സിലാക്കുക. ഇതേപോലുള്ള മാന്ത്രിക കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു കർമ്മ ക്രിയേറ്റ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മക്കളെയോ മരുമക്കളെയോ ഉപദ്രവിക്കുന്ന ഒരു പ്രവണത വന്നു കഴിഞ്ഞാൽ അവർ രോഗിയായി പോകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ശരി, നല്ല രീതിയിലുള്ള സ്വാത്വിക രീതിയിലുള്ള പൂജകൾ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ പോയിക്കോളൂ, ചെയ്തോളൂ. അമ്പലങ്ങളിൽ പോയിട്ട് വഴിപാട് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അവിടെ ഒന്നും ഒരു നെഗറ്റീവായ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ബ്ലാക്ക് മാജിക് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് അറിയാതെ പോലും നിങ്ങൾ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.